നമസ്കാരം, ഞാൻ ജോമോൻ കണ്ണാട്ടുമടം. ഞാനിന്ന് വേറൊരു ചർച്ചയായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ എൻ്റെ പ്രിയ സുഹൃത്തും അഡ്വക്കേറ്റും റിട്ടയറിനുമൊക്കെയായ അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാരൻ. അദ്ദേഹം സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്, എന്താണ് ബിഫോർ കൊറോണ, ആഫ്റ്റർ കൊറോണ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് കേൾക്കാം. ഈ കൊറോണ അനന്തര ലോകത്തിൻ്റെ ആ മാറ്റങ്ങളും അതെങ്ങനെ നമ്മുടെ ജീവിതശൈലിയെ ബാധിക്കുന്നു. നമസ്കാരം കൂട്ടാരൻ. കൂട്ടാരുടെ ഒരു അഭിപ്രായത്തിൽ എന്തായിരിക്കും? ബിഫോർ കൊറോണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഈ ആഫ്റ്റർ കൊറോണയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കൊറോണാനന്തര കാലഘട്ടത്തിൽ ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും നമ്മളെ ശാക്തീകരിക്കുകയും നമ്മൾ പഠിച്ച കുറേ പാഠങ്ങളുണ്ട്. അതിൽ എനിക്കൊന്നും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ ഗൾഫിലൊക്കെ മിഡിൽ ഈസ്റ്റ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ജോലിയും ബിസിനസ്സും ചെയ്യുന്ന ധാരാളം മലയാളികൾ ഉണ്ട്. അവിടെ എത്ര കാലം ജോലി ചെയ്താലും എത്ര കാലം ജീവിച്ചാലും ഒരു സിറ്റിസൺഷിപ്പ് അതാണ് ഈ യൂറോപ്പും അമേരിക്കയും മിഡിൽ ഈസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അവിടെ നമ്മൾ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മലയാളികളുണ്ട്. അവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ ജീവിക്കുന്ന ആളുകളും ബിസിനസ് ചെയ്യുന്ന ആളുകളും ജോലി ചെയ്യുന്ന ആളുകളും അവരുടെയൊക്കെ നിക്ഷേപങ്ങൾ പരമാവധി നമ്മുടെ നാട്ടിൽ തന്നെ കൊണ്ടുവരാൻ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ പോലും പിന്നെയും അവിടെ കൊണ്ട് നിക്ഷേപിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി നിക്ഷേപങ്ങൾ നമ്മുടെ നാടിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമുണ്ട്. ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമുക്കറിയാം. തൊഴിൽ പ്രശ്നങ്ങളുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പരിമിതികളുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു പരിശ്രമം കാരണം നമുക്ക് തിരിച്ചു വരേണ്ടത് നമ്മുടെ നാട്ടിലേക്ക് തന്നെയാണ് എന്ന് പറയുന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് അത് വേണം. മറ്റൊന്ന് കോവിഡാനന്തര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സംഗതി കാർഷിക മേഖലയിലും അത് പറയത്തക്ക ഇപ്പോൾ തന്നെ ലോക്ക്ഡൗണിൻ്റെ അവസാന ഘട്ടത്തിൽ വിട്ടപ്പോൾ നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഇങ്ങനെ പച്ചക്കറി വിത്തുകൾ വാങ്ങാൻ, വളം വാങ്ങാൻ, കീടനാശിനി വാങ്ങാൻ, പച്ചക്കറികൾ ഇടാനായിട്ടുള്ള വല വാങ്ങാൻ ഈ പഴയ വല വാങ്ങിച്ചിട്ടും ഒക്കെ പച്ചക്കറികൾ കൃഷി ചെയ്യാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. കൃഷിയോട് ഒക്കെ നമുക്കൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്ന ഒരു ജനതയാണ്. ഇടക്കാലങ്ങളിൽ ഈ വൈറ്റ് കോളർ ജോലിയുടെ വലിയ ആകർഷണം വന്നപ്പോൾ അതൊക്കെ വിട്ടിട്ട് അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അത്തരം കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്കൊരു സാമൂഹിക അന്തസ്സ്, സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്നൊക്കെ വിട്ടിട്ട് എല്ലാവരും വൈറ്റ് കോളർ ജോലിയിലേക്ക് പോകുന്നൊരു ഘട്ടമുണ്ട്. അതിൽ നിന്നൊരു മടങ്ങി വരവ്, ഒരു തിരിച്ചു ഈ കോവിഡാനന്തരം ഒരു മാറ്റം, നല്ല മാറ്റം. അവരവരുടെ പരിമിതമായ സ്ഥലത്താണെങ്കിൽ പോലും എന്തെങ്കിലും ചെയ്യാനായില്ല. അതിലിപ്പോ അടുക്കളത്തോട്ടം എന്നുള്ള കൺസെപ്റ്റ് ഫുള്ള് എല്ലാവരും അതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അതിപ്പം നമ്മളിപ്പോൾ ഓണമാണ് ഇനി വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള ഒരു മുന്നൊരുക്കം. മറ്റൊന്ന്, നമ്മളിപ്പം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഈ സമീപ കാലയളവിൽ ഈ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ ഘടുക്കളായിട്ട് തിരിച്ചടയ്ക്കാമെന്ന രീതിയിൽ വായ്പ എടുത്തവർ, സാധനങ്ങൾ വാങ്ങിച്ചവർ, മറ്റ് കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയവർ, ദൈനംദിന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വായ്പകൾ എടുത്തു, തവണ വ്യവസ്ഥയിലുള്ള ലോണുകൾ എടുത്തു കഴിഞ്ഞാൽ അത് സ്ഥിര വരുമാനമുള്ളവർക്ക്, സാലറിഡ് പീപ്പിൾ, ഗവൺമെൻറ് സെക്ടറിലോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ജോലി സ്ഥിരമായിട്ടുള്ള ആളുകൾക്ക്, വരുമാന സ്ഥിരമായിട്ടുള്ള ആളുകൾക്ക് അത് കുഴപ്പമില്ല. അല്ലാണ്ട് വലിയ തോതിൽ വായ്പ എടുത്തിട്ട് അത് ദിനേന തിരിച്ചടയ്ക്കുന്നവരുണ്ട്, മന്ത്ലി അടിസ്ഥാനത്തിലൊക്കെ തിരിച്ചടയ്ക്കും. പക്ഷെ അത്തരം സ്കീമുകളിൽ ചെന്നുപെട്ട ആളുകൾ ഇതുപോലെയുള്ള ഇപ്പോൾ 2-3 മാസമായിട്ട് നമ്മൾ എല്ലാവരും വണ്ടി ഒരു സ്കൂട്ടറെങ്കിലും തവണ വ്യവസ്ഥ ആളുകൾ അതിന് മൊറട്ടോറിയം, പക്ഷെ അത് ഒരു ഗുണമില്ലാത്ത മൊറട്ടോറിയം എന്ന് പറയുന്നത് എന്താണ്? ഇത് കഴിയുമ്പോൾ നമുക്കൊരു എക്സ്റ്റൻഷൻ കിട്ടും, പക്ഷെ പലിശ അടയ്ക്കുന്നതെല്ലാം അത് പറഞ്ഞാൽ ഒരു തട്ടിപ്പാണ്. അത് അവർക്ക് കുറച്ചുകൂടി നാളുകളിലേക്ക് ഒരു ഇടപാടുകാരനെ കിട്ടും എന്നുള്ളതാണ്. അതായത് 3 മാസം വീണ്ടും അവൻ ബാങ്കിന്റെ പിടിയിലാകുന്നു, അവന് പലിശ കിട്ടുന്നുണ്ട്. ആ പലിശ അടക്കമുള്ള ഇൻസ്റ്റാൾമെന്റ്, EMI, പുതിയ. അതായത് ഈ പെൻഷനെ കുറിച്ച് എന്ത് പറയുന്നത്? ഇപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം പെൻഷൻ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഞാൻ കുട്ടനാടൻ മേഖലയിൽ നിന്ന് നല്ല അനുഭവം കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ കാർഷിക മേഖലയിൽ 60 വയസ്സ് വരെ പണിയെടുക്കുന്നതാണ്. പാടത്ത്, പൊരി വെയിലത്ത്, ചെളിയിൽ കുടിനകം കുത്തിയ കാര്യമായിട്ട് പണിയെടുക്കുന്ന കർഷക തൊഴിലാളിക്ക് കിട്ടുന്ന പെൻഷൻ 1300 ഒരു 30 ദിവസത്തേക്ക് 30 ദിവസത്തേക്ക് 1300. ഇനി മത്സ്യത്തൊഴിലാളി ജീവൻ പണയപ്പെടുത്തിയാണ് മത്സ്യത്തൊഴിലാളി കടലിൽ, അവന് കിട്ടുന്നത് 1300. ഇത്ര 1300 രൂപ. അത് തന്നെ പലപ്പോഴും മാസങ്ങൾ കൂടുമ്പോഴാണ് കൊടുക്കുന്നത്. അപ്പം 1300 രൂപ കൊണ്ട് ഈ തേയ്മാനം വന്ന അസ്ഥിയും വെച്ച് ഈ കീടനാശിനി ജീവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ആളുകളുള്ള ആളുകൾ
അവരെന്ത് കോൺട്രിബ്യൂഷനാണ് ഈ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക്, സമ്പദ് വ്യവസ്ഥയ്ക്ക്, നമ്മുടെ കാർഷിക മേഖലയ്ക്ക്, ഉൽപ്പാദന മേഖലയ്ക്ക് നൽകിയത് നമ്മൾ ആലോചിക്കണം. അവർ പണിയെടുത്തിട്ടാണ് നമുക്ക് അന്നമുണ്ടായത്, അവർ പണിയെടുത്തിട്ടാണ് നമുക്ക് മത്സ്യ സംസ്കരണം തിരിച്ചറിഞ്ഞു. പക്ഷെ അവർക്കൊക്കെ 1300 കൊടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവരെല്ലാം 1300 ജീവിച്ചോണം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട, ഇപ്പോൾ ഞാൻ ആരെ കുറ്റപ്പെടുത്തുകയല്ല, ഇപ്പോൾ UGC സ്കീമിൽ ശമ്പളം വാങ്ങിക്കുന്ന പ്രൊഫസർ അവര് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ എത്ര മണിക്കൂർ ജോലി ചെയ്യും? വർഷത്തിൽ എത്ര മണിക്കൂർ അവർക്ക് കിട്ടുന്ന അവധി ദിനങ്ങൾ. എന്നിട്ട് പോലും അവർ വാല്യുവേഷന് പോകുന്നതിന് സ്പെഷ്യൽ പൈസ വേണം, പിന്നെ പരീക്ഷയ്ക്ക് സൂപ്പർവിഷന് പോകുന്നതിന് പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുക. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഇവരുടെ ഒരു സ്പൗസ് ആ ഒരു കാറ്റഗറി തന്നെ പെടുന്നത്. 2 പേർക്ക് പെൻഷൻ, 2 പേർക്ക് ശമ്പളവും പെൻഷൻ എത്ര രൂപയാണ് ഒരു വീട്ടിലേക്ക് നമ്മുടെ സർക്കാർ ഖജനാവിൽ നിന്നും ഒരു പ്രതിമാസം പെൻഷനായും ശമ്പളമായും? ഇല്ല, അതിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ചിലപ്പോൾ 1 ലക്ഷത്തിൽ കൂടുതൽ പെൻഷൻ കിട്ടും. പക്ഷെ അത് സമൂഹത്തിലേക്ക് ചെലവഴിക്കത്തില്ല. ഇവരിത് ചെലവഴിക്കും. നമ്മുടെ ഒരു സാധാരണ മനുഷ്യർ 1300 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 1300 മാർക്കിലേക്ക് വരിക ചെയ്യുന്നു. പക്ഷേ കർഷക തൊഴിലാളിയും മത്സ്യത്തൊഴിലാളിയും 1300 കൊണ്ട് ജീവിക്കുന്നു. ഗവൺമെന്റിന്റെ ആജീവനാന്തം ജോലി ചെയ്ത് ശമ്പളം മേടിച്ച് മാന്യമായ ശമ്പളം അവര് വീണ്ടും ഗവൺമെന്റ് അവരെ അപ്പൊ ഈ ശമ്പളം മേടിച്ചതെല്ലാം ഇപ്പൊ പെൻഷൻ 2014 ശേഷം ഇല്ലായിരിക്കും, പക്ഷേ കോൺട്രിബ്യൂട്ടറി പെൻഷൻ. പക്ഷെ അതിനു മുമ്പുള്ള ആളുകൾ അവർക്കൊരു ഫാമിലി പെൻഷൻ, ഒരാൾ മരിച്ചു അത് വീണ്ടും ഫാമിലിക്ക് പെൻഷൻ. ഇതെങ്ങനെ ഇനി എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ സർക്കാരുകൾ ഈ പെൻഷൻ സ്കീം അവതരിപ്പിച്ച കാലത്ത് 55 വയസ്സിൽ റിട്ടയർ ആകും, വന്ന 10 വർഷം ജീവിക്കും, അല്ലെങ്കിൽ 15 വർഷം ജീവിക്കും. അങ്ങനെ 60 വയസ്സ് ലൈഫ് സ്പാൻ ആയിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പെൻഷൻ ഒക്കെ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പൊ 20 വർഷം അല്ലെങ്കിൽ 30 വർഷം ജോലി ചെയ്യുന്ന ആളുകൾ അത്രയും വർഷം കൂടി പെൻഷൻ ആ പ്രായമായ ആളുകൾ. അത് നമ്മുടെ MLA-മാർക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകം. അവരും പെൻഷൻ മേടിക്കുന്നുണ്ട്. MLA-മാര് അതുപോലെ തന്നെ ക്യാബിനറ്റ് റാങ്കിൽ മന്ത്രിമാർ, അവരുടെ പേഴ്സണൽ സ്റ്റാഫ്. നമ്മളൊന്ന് ആലോചിക്കണം, പല ഘട്ടങ്ങളിലും പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകൾക്ക് 2 വർഷം വന്നു കഴിഞ്ഞാൽ പെൻഷൻ ആജീവനാന്ത. ഈ 5 വർഷം കിട്ടുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ അവരെ വലിയൊരു തട്ടിപ്പാണ്. അവരുടെ ബന്ധുക്കാരും സുഹൃത്തുക്കളും അടുക്കളപ്പണി തൊട്ട് ഇവരുടെ മെമ്പേഴ്സ്, അവരുടെ അസിസ്റ്റന്റ് 5 വർഷത്തേക്കാണെങ്കിൽ കുഴപ്പമില്ല. അവർ 2 വർഷം മാറ്റിയിട്ട് അടുത്ത അപ്പൊ ഈ 25, 50 പേർക്കും പേർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് ലൈഫ് ലോങ് പെൻഷൻ. എത്ര കഷ്ടമാണ്. ഇവിടെ ഒരു സംരംഭകൻ ലോൺ എടുത്ത് അവൻ്റെ സമയം ചെലവാക്കുകയും അവൻ്റെ അധ്വാനം ചെലവാക്കി അവൻ്റെ എല്ലാ ശ്രമവും നടത്തിയിട്ട് ഒരു ചെറിയ മൈക്രോ സംരംഭമാണ് സൃഷ്ടിക്കാൻ നടത്തുന്നത്. അവന് ഇപ്പം പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു NRIs ആണ്, അവർക്ക് ഒന്നും പെൻഷൻ ഇല്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ആരെങ്കിലും പ്രവാസികൾ വരികയാണ്, ധാരാളമായിട്ട് വരും. അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ അപ്പം സ്വല്പം ഈ പൈസ കാണുമായിരിക്കും, എല്ലാവരുടെയും ഉണ്ടോ എന്നറിയില്ല. അവർ ഈ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങി കഴിഞ്ഞാൽ അതിനെന്ത് സെക്യൂരിറ്റി ഉറപ്പാണ് കൊടുക്കുക? സാധനന്മാരും എല്ലാവരും അവസാനം ഇനി അവന് തിരിച്ചു പോകാനും പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഗുരുതരമായൊരു സാമൂഹ്യ സാഹചര്യം. നമ്മുടെ കോവിഡിൽ വേറൊരു മാറ്റം കണ്ടത് ഈ ആഡംബരം കുറഞ്ഞു. ഇപ്പൊ ഞാനൊരു ശവടക്കിന് കഴിഞ്ഞ ദിവസം പോയപ്പോഴേ ഒരു 20 പേര് 25 പേര് അധികം, മറ്റത് പന്തലിടുക, അവിടെ വീണ് ഇവിടെ വീണ്, എല്ലാ ചടങ്ങുകളും റീത്തുകള് എല്ലാ ചടങ്ങുകളും ഗംഭീരമായിട്ട് നടത്തുന്ന ശീലം നമുക്കുണ്ട്. അതിന്റെ മാറ്റം വന്നു. അതിന് മാറ്റമുണ്ട്. അത് അതിനകത്ത് ഒരു ഗുണപരമായ മാറ്റമുണ്ട്. പക്ഷെ അതുകൊണ്ട് പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ അത് തുടരണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്താ വെച്ചാൽ ആഡംബരം ഒഴിവാക്കാം. അത്യാവശ്യ കാര്യങ്ങൾ മാത്രം നടത്തി പോകുന്ന ഒരു സംഗതി ഉണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പം ഇവൻ ഗ്രൂപ്പുകാർ പറഞ്ഞൊക്കെ ഒരു മരിപ്പിനൊരു 100 ബൊക്കെ വരുമെന്നുണ്ടെങ്കിൽ ആ 100 ബൊക്കെ ഉണ്ടാക്കുന്നൊരു പക്ഷെ അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ആഡംബരം കുറഞ്ഞു. പിന്നെ വേറൊന്ന് സംഗതി, നമ്മൾ ഒരു ഘട്ടത്തിൽ പൊതുവാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അതെ അതെ, പൊതുവാഹനങ്ങൾ അത് നല്ലതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്ക് തോന്നുന്നു കോവിഡാനന്തരം ചിന്തിക്കുമ്പോൾ ഒരു സ്കൂട്ടറെങ്കിലും സ്വന്തമായിട്ടില്ലായെങ്കിൽ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യത. അത്യാവശ്യം സൈക്കിളെങ്കിലും എന്തെങ്കിലും ഒരു വാഹനം. അതിന് വേറൊരു സമയം നമ്പർ സിസ്റ്റം വന്നില്ലേ വണ്ടി, അതൊക്കെ ഒരു നല്ല അതൊക്കെ ചൈനയിലും യൂറോപ്പിലും ഒക്കെ തുടരുന്നതാണ്. നല്ല ശീലമാണ് ഈ ഡബിൾ ഓൾഡ് നമ്പേഴ്സും ഒക്കെ. പക്ഷെ അതൊക്കെ ഞാൻ അതിനെ അനുകൂലിക്കുക തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഇതെല്ലാം പാവപ്പെട്ടവനെയല്ലേ ബാധിക്കുന്നത്. ഞാൻ നമ്മുടെ നാട്ടിൽ 2-3 വാഹനമുള്ള ഒരു സമ്പന്നനെ സംബന്ധിച്ചോളം അവന് ഒരു ഇരട്ടയക്കവും ഉറപ്പ് വരുത്തിച്ച് അവൻ എല്ലാ ദിവസവും യാത്ര ചെയ്യാൻ. പക്ഷേ ഒരു സ്കൂട്ടർ മാത്രമുള്ളവൻ അല്ല സൈക്കിൾ യൂസ് ചെയ്യാം. നമ്മുടെ ഇവിടെ ഇപ്പം യൂറോപ്പിലൊക്കെ വലിയ വലിയ ധനികര് വരെ സൈക്കിളില നടക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞ കണക്ക് സൈക്കിൾ എന്തോ ഒരു അവജ്ഞ കണക്കാണ്. അവൻ സൈക്കിളിൽ പോയാൽ അവൻ സൈക്കിൾ ഒരു എക്കോ ഫ്രണ്ട്ലി വെഹിക്കിളാണ്. അതൊരു നാണക്കേടായിട്ട് നമ്മുടെ നാട്ടിൽ മാറിയതെന്നുള്ള പ്രശ്നമാണ്.
കോളേജുകളിൽ പോലും, സ്കൂളുകളിൽ ഇപ്പോൾ 18 വയസ്സിൽ ലൈസൻസ് നമ്മുടെ ചെറുപ്പത്തിൽ മൊത്തം സൈക്കിളല്ലായിരുന്നു. സൈക്കിൾ ഒരു പാഷനായിരുന്നു. പിന്നെ ഉള്ളൊരു സംഗതി ഈ കൊറോണ കഴിഞ്ഞിട്ട് മാറാത്തൊരു സംഗതിയാണ്. പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ദുരിതാശ്വാസ പ്രളയമായിക്കോട്ടെ, കൊറോണ എന്ത് വന്നു കഴിഞ്ഞാലും ശരി, അതിനകത്തെല്ലാം ഈ നമ്മുടെ ആളുകൾ രാഷ്ട്രീയം മാത്രമല്ല, അവസാനം രാഷ്ട്രീയം ജാതിയിലും എന്ത് ആനുകൂല്യം കിട്ടിയാലും അത് നമ്മുടെ ആളുകൾക്ക് പങ്കുവെക്കണം, നമ്മുടെ ആളുകൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന രീതി. ഇപ്പം ഞാൻ വന്ന വഴിക്ക് ഒരു പോസ്റ്റർ ഉണ്ട്, ഈ പഞ്ചായത്തിൽ നിന്നും കട്ടുമോഷ്ടിച്ച അംഗങ്ങൾ രാജിവെക്കുക. ഇതെല്ലാം നമ്മുടെ ആൾക്കാർ. അതൊരു ഒരു വലിയ വിഷയമാണ്. നമ്മുടെ പാർട്ടിക്കാർക്ക്, നമ്മുടെ മതത്തിലുള്ളവർക്ക് ഒരു മാസ്ക് കൊടുക്കുന്നതായാലും ശരി, നമ്മുടെ അതിൽ മാറിയിട്ടില്ല. പ്രളയത്തിൽ നമ്മളിത് കണ്ടതാണ്. ആദ്യം ഈ മദ്യപാനത്തെ കുറിച്ചൊന്നും ഇപ്പോൾ ഒരു മദ്യപാനം അഡിക്റ്റ് അല്ലാത്ത ആളുകൾക്ക്, അഡിക്റ്റായുള്ള ആളുകൾ ഇപ്പോഴും വ്യാജ മദ്യമൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് ധാരാളമായിട്ട് പിടിക്കുന്നുണ്ട്, ക്രൈം തെളിവാണ്. പക്ഷേ അഡിക്റ്റഡ് അല്ലാത്ത ഒരു സാമൂഹ്യ സാമൂഹ്യ മദ്യപാനം എന്നല്ല പറയുന്നത്, റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അതില്ലാതെ ജീവിക്കാമെന്ന് തെളിയിച്ചു. 2 മാസത്തോളമായിട്ട് എല്ലാവരുടെയും സ്റ്റോക്ക് ഒരു ആദ്യത്തെ 1-2 ആഴ്ച കൊണ്ട് തിരിയും. ഇങ്ങനെ നീളുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. അതുകൊണ്ട് തന്നെ 1-2 ആഴ്ച കൊണ്ട് കൺട്രോളായി. അപ്പൊ അങ്ങനെ കഴിയാമെന്നുള്ള ഒരു, അതുപോലെ തന്നെ എല്ലാവരും ഫാമിലിയായിട്ട് കൂടുതൽ അറ്റാച്ച് ആയി. ഇപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരങ്ങളിൽ ഇരുട്ടിന്റെ ലേറ്റ് ആയിട്ടാണ് വീട്. ഇപ്പൊ എല്ലാവരും വീടുകളിൽ തന്നെ ഉണ്ട്, ഒരുപാട് സമയം ചെലവഴിക്കാൻ, എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം. മറ്റൊന്ന് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ സ്ട്രോങ് ആയി. ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായി. സിനിമാ സ്റ്റാറുകൾ എല്ലാവരും യൂട്യൂബ് തുടങ്ങി. അവർക്ക് വരുമാനമില്ല. കപ്പ കൃഷി, മീൻ കറി, എല്ലാ ഫേമസ് ആക്ടേഴ്സ് എല്ലാവരും യൂട്യൂബിൽ കൂടെ അവരെയും ബാധിച്ചു. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വെറുതെ ഇരിക്കുന്ന സമയത്ത് പരിചയങ്ങൾ പുതുക്കാനും സന്ദേശങ്ങൾ ഒത്തിരി ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടായി. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ അത് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വെറുതെ ഇരുന്നത് കൊണ്ടാണ്. സജീവമാകുന്ന നമ്മുടെ ഒരു 2 മാസം നമ്മുടെ ലൈഫിലെ കട്ട് ഓഫ് ആയി. അതെ, വേറെ ഒന്നിനും കുറെ ആവശ്യമില്ലാത്ത കുറെ തിരക്കുകളായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന തോന്നലുണ്ടായി. ഇതില്ലെങ്കിൽ അനാവശ്യ ചെലവുകൾ ഒഴിവായി. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അതൊരു ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചത് നമ്മുടെ ആവശ്യമില്ലാത്ത എത്ര പേര് പോക്ക്, എന്തൊരു തിരക്കായിരുന്നു. പണ്ട് രാത്രി മലയാളികൾ പ്രശ്നമില്ല, രാത്രി കിടക്കുമ്പോൾ അവന് കൈവേദമോ ഞാൻ തട്ടിപ്പോവോ മരിച്ചു, അവൻ പിന്നെ വേവലാതി, അവൻ രാവിലെ എഴുന്നേറ്റ്. ഇപ്പൊ ഞാൻ നമ്മുടെ ഒരു ആശുപത്രിയിൽ പോയിട്ട് 1000 OP ഉണ്ടായിരുന്നു, 100 ഉള്ളൂ. പക്ഷെ ആരും മരിക്കുന്നില്ല. മറ്റൊന്ന് പക്ഷെ വേറെ കാര്യം, നമ്മളെ ഈ കൊറോണ കാലത്ത്, ലോക്ക്ഡൌൺ കാലത്ത് വാഹനങ്ങൾ കുറഞ്ഞ കാലത്ത് പൊല്യൂഷൻ കുറഞ്ഞു. പ്രകൃതിയിലോട്ട് തന്നെ നോക്കിയാലേ അപകടങ്ങൾ കുറയുന്നില്ല. ഇപ്പൊ പ്രൈവറ്റ് ബസ്സും ഇല്ല. പ്രൈവറ്റ് ബസ്സിന്റെ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് ആണെന്ന് പറയാറുണ്ടായിരുന്നു. KSRTC ബസ്സില്ല, ഒരുപാട് പേര്. പക്ഷെ ക്രൈം കുറഞ്ഞു. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു SI പറഞ്ഞു, പുള്ളി മാസം 800-ഉം 1000-ഉം ഉണ്ടായിരുന്നു, ഇപ്പൊ 25,000 തുടങ്ങി. അപ്പൊ അതിന് ചിലപ്പോൾ ഒരു ആൽക്കഹോളുമായിട്ടൊരു കണക്ഷൻ കാണുമായിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ട്, പിന്നെ കടക്കാരെ ഈ ഹോട്ടൽ വ്യവസായത്തിൽ ഒത്തിരി മാറി. വ്യവസായ മേഖല, പിന്നെ ഡെയിലി ബേസ് ഓട്ടോക്കാർ, ബാർബർ ഷോപ്പുകാർ, ഹോട്ടലിലെ തൊഴിലാളികൾ, പച്ചക്കറി വിൽക്കുന്ന, അവരെ എല്ലാം ബാധിച്ചു. അതിനകത്ത് ഒരു സെൻട്രൽ ഒന്നും പഠിക്കേണ്ട ഒരു സംഗതി, ഒരു പാസീവ് ഇൻകം കൂടി നമുക്ക് അല്ലാണ്ട് നമുക്ക് വേറെ മാത്രം ഒന്നിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്താൽ നമ്മൾ അതിന് കൃഷി നല്ലതാണ്. മീൻ കൃഷി അല്ല ഞാൻ പറയാം, അതൊക്കെ ഇപ്പോൾ സ്ഥലമുള്ളവർക്കൊക്കെ. ഇതെല്ലാം വെച്ചാൽ നമ്മള് ജോലി വീട്ടിൽ വന്ന് 5 മണിക്ക് വന്നാൽ പിന്നെ വേറെ ഒന്നും ചെയ്യത്തില്ല. ഒരു വാഴ പോലും, പണ്ട് നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ വാഴ വെക്കുക, ചെടി, ഇതൊന്നുമില്ല. ഇതെല്ലാം അത് എന്ത് ചെയ്യാതെ. ഇപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മുമ്പോട്ട് ചോദിച്ചാൽ, നമ്മുടെ ആലപ്പുഴ ജില്ലാ കോടതിയുടെ വാഴക്കുണ്ടായിരുന്നു. വൈകുന്നേരം 2 കിലോ ക്യാരറ്റിന് 30 രൂപ, 1 കിലോ തക്കാളിക്ക് 15 രൂപ, 1 കിലോ പയറിന് 25 രൂപ. ഈ നിരക്കിലാണ് ഒരു തണ്ണിമത്തന് 20 രൂപ പോയി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കൃഷി ചെയ്യും? ഞാൻ തക്കാളി 20 രൂപ, അതിന്റെ ആ കർഷകർ എത്ര രൂപ ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് ലോഡിങ് ചെയ്ത്. പക്ഷേ ഇത് വലിയ കമ്പനികൾക്ക് ലാഭം. അവരിത് സ്റ്റോക്ക് ചെയ്തിട്ട് അവരെ സമയത്ത് കൊടുക്കും. ഇല്ലാത്ത സമയത്തല്ല, അവർ വേറെ പ്രോഡക്റ്റ് ആക്കി മാറ്റാം. ഇപ്പൊ ടൊമാറ്റോ സോസ്, ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിയിട്ട് അല്ല, അവർക്ക് ബെനിഫിറ്റാ. അവരൊക്കെ അവരുടെ ബ്രാൻഡ് കിട്ടുന്നില്ല. അത് വലിയ. എനിക്ക് സത്യത്തില് സങ്കടമാണ്. കാരണം ഞാൻ ഈ പയറും വെണ്ടയൊക്കെ കൃഷി ചെയ്യുമ്പോൾ
നമ്മൾ എന്ത് അതെ, അതെ. അത് നട്ട് നനച്ച് അതാ പറഞ്ഞ 10 രൂപയ്ക്ക് ഇവിടെ ഒരു തക്കാളി വരണമെങ്കിൽ അവിടെ എന്നാ കിട്ടിക്കാണ്. ഒന്നും കിട്ടിക്കാണില്ല. ഒരു പെട്ടി എടുക്കുമ്പോൾ 10 രൂപയ്ക്ക് താഴെ വരും. അത് ഹോൾസെയിലേക്ക് വന്ന് റീറ്റെയിലേക്ക് വന്ന് അവിടെ പക്ഷെ അത് നമ്മള് സന്തോഷിക്കും എന്ന് വെച്ചാൽ. പക്ഷെ നമ്മൾ അതിന്റെ ആ ഉത്പാദനം നടത്തുന്ന കർഷകന്റെ അപ്പൊ എന്താ പ്രശ്നം, ഈ മലയാളിയും ബുദ്ധിയുള്ളവനാണ്. അവൻ നോക്കുന്നുണ്ട് ഇത്രയും പണിയെടുത്ത് ഈ റിസൾട്ട് കിട്ടുന്നത് നമ്മളെന്തിനീ പണിക്ക് പോകുമ്പോൾ നമുക്ക് ഈ പൈസ. വേറെ തട്ടിപ്പൂടെ നടക്കുന്നുണ്ട് ഈ തമിഴ്നാടിനെ പറഞ്ഞത്. ചിക്കന്റെയും മീറ്റിന്റെയും വില വർധനം. ഇപ്പം നമ്മൾ കുമ്പോളി തൊട്ട് അമ്പലപ്പുഴ വരെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരു 25 വെറൈറ്റി വിലയാണ്. പക്ഷെ ഇതൊന്നും ആരും നിയന്ത്രിക്കാനില്ല. ഇപ്പം ചിക്കൻ 75 കിടന്ന് 250 ബീഫ് 250 കിടന്നത് 350. പലർക്കും പല വിലയാണ്. അതിനൊരു ഈ ക്രോഡീകരണമൊന്നുമില്ല. ഈ പച്ചക്കറിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ കോവിഡ് കാലത്ത് ഏറ്റവും അനുഭവപ്പെട്ടൊരു സംഗതി പച്ചക്കറിക്ക് വില കൂടിയത് ഇല്ല. അത് വലിയ അത് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ ഇടപെടലാണോ അതോ കാർഷിക മേഖലയിൽ പച്ചക്കറി ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് അത് വിറ്റഴിക്കാൻ പറ്റാത്തത് കൊണ്ട് വന്ന വില. പിന്നെ നമ്മുടെ റേഷനിങ് സിസ്റ്റം ഒന്നല്ല, അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ആ കിറ്റ് വിതരണം അത് ഇതുമല്ലേ നല്ല എഫേർട്ട് എടുത്ത് ആ കിറ്റൊക്കെ ഞാൻ കണ്ട നല്ല നല്ല പ്രോഡക്റ്റ്. പ്രശ്നം നമുക്ക് പച്ചക്കറിയും പലചരക്കും കിട്ടിയാൽ സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു ഘട്ടമുണ്ട്. അതെ അത് കഴിഞ്ഞിട്ട് ഘട്ടം കഴിയുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമുക്ക് ഒരു മാസം ഇരുന്നു കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു. അതല്ലേ സ്റ്റാർട്ട് ചെയ്യാനൊരു നമുക്കൊരു ക്യാപിറ്റൽ ഫണ്ട് ഇല്ല. ഇപ്പം റെസ്റ്റോറന്റ് അടച്ചിട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ കേടായി പോയി അല്ല, അതിനൊന്നും ഒരു ഫണ്ട് ഇല്ല. അത് ഗവൺമെന്റ് ഇപ്പം പറയുന്നത് മുഴുവൻ ലോണാണ്. ഇൻഷുറൻസ് ഇപ്പൊ നമ്മുടെയൊക്കെ പ്രൈവറ്റ് വെഹിക്കിളിന് ഓടാത്ത 2-3 വർഷം നമ്മൾ വെറുതെ ഇൻഷുറൻസ് കൊടുക്കും, ഒരു പ്രയോജനം. അതെല്ലാവർക്കും അതെങ്ങനെ കറണ്ട് ചെയ്യാൻ എങ്ങനെയോ ഏതോ കാൽക്കുലേഷൻ വലിയ ഗുരുതരമായ പ്രശ്നമുണ്ട് ഈ സ്ലാബ് സിസ്റ്റം. കാരണം അവരെ മീറ്റർ റീഡിംഗ് എടുക്കാൻ വരാഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ സ്ലാബ് മറിഞ്ഞു പോയി. അപ്പൊ ആദ്യത്തെ യൂണിറ്റ് തുടങ്ങി ആ സ്ലാബില് അല്ല കറണ്ട് ചാർജ് വൻ തട്ടിപ്പോയി. സ്ലാബ് ആദ്യത്തെ ഒരു മാസം 2ാമത്തെ മാസം കൂട്ടിയിട്ട് സ്ലാബ് ഇരട്ടിയാക്കി മൊത്തത്തിൽ തന്നു. അത് ശരിക്കും ഗവൺമെന്റ് ചെയ്യേണ്ടത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണമുണ്ട് ദോഷമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം മൻമോഹൻ സിംഗിന്റെ കാലത്ത് ആഗോളതലത്തിലുണ്ടായ ഒരു മാന്ദ്യമുണ്ട്. ആ മാന്ദ്യം ഇന്ത്യയെ ബാധിക്കാതിന്റെ ഒരു കാരണമായിട്ട് തമാശയ്ക്കാണെങ്കിൽ പറയാറുള്ളത് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം പേർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് കൂടി ഇല്ലാത്ത ആളുകളാണ്. അവരിത് എങ്ങനെയാണ് ബാധിക്കുക എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ലോക്ക്ഡൌണിനെ ബാധിക്കായിരുന്നു പറഞ്ഞാൽ നമുക്ക് ഈ അവർ പോകുന്ന ജോലിക്ക് പോയില്ലെങ്കിലും ജീവിക്കാൻ കഴിയുന്ന ഒരു മിനിമം സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇല്ലാതെ നിത്യമൃത്തിക്ക് നമ്മളിപ്പോ കുട്ടനാട് മേഖലയിലേക്ക് പോകണേ അവന് മീൻ പിടിക്കാം, തേങ്ങ ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള മാർഗങ്ങൾ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഇല്ലാണ്. അപ്പൊ അത് അതാണ് എസെൻഷ്യൽ സംഗതികൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇനിയൊരു ഘട്ടത്തിൽ നമുക്ക് ഈ സാമ്പത്തികം എന്ന് പറയുന്നത് പണത്തിന് പണം തന്നെ വേണമെന്ന് പറയുന്ന ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പൊ നല്ലൊരു ഒരു ചാറ്റായിരുന്നു ഇവിടെ ആലപ്പുഴയിലെ എല്ലാ മേഖലയിലും ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് കേട്ടോ. വക്കീൽ തൊട്ട് റോട്ടറി തൊട്ട് രാഷ്ട്രീയം തൊട്ട് കാർഷികം എല്ലാ മേഖലയും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു. ഇത് ഞങ്ങൾ ജനറലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നല്ലത് ഉൾക്കൊള്ളത് അക്സെപ്റ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പം നമുക്ക് വീണ്ടും അടുത്ത നല്ല ഒരു വ്യക്തിയായിട്ട് കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. നമ്മളൊരു ഫ്രീഡം കിട്ടി അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോഴും കൊറോണ നമ്മുടെ പുറകെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലാ എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ സുഹാസ് പറഞ്ഞ പോലെ മാസ്ക് വെക്കാത്തതുകൊണ്ട് പോലീസ് പിടിക്കത്തില്ല, കൊറോണ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കൊറോണ അപ്പോൾ എല്ലാവരും ബി കെയർഫുൾ സ്റ്റിൽ. ഓക്കെ, താങ്ക് യു.